പരിചയമില്ലാത്ത ഭാസ്കരേട്ടൻ. സാധനമുണ്ട്. നമസ്കാരം ഭാസ്കരേട്ടാ. അറിഞ്ഞ നമ്മുടെ രാഘവേട്ടൻ പാണ്ടിലോറി കയറിപ്പോയ പോക്കേ. പാണ്ടിലോറി എങ്ങാട് പോയി? പാണ്ടിലോറി മേത്തെ കൂടി കയറിപ്പോയി. ആണാ? സോഡയാണോ വെള്ളമാണോ? സോഡ. സോഡ ഇങ്ങനെ ഉപയോഗിക്കല്ലേട്ടാ, വയറിന് കുഴപ്പാവും. എന്നിട്ടെന്താ അവന്റെ വീട്ടുകാർക്ക് പോയി. സഹിക്കാൻ പറ്റണില്ലടോ. ഇന്നലെ വരെ കണ്ടതാണ്. സോഡയാണോ വെള്ളമാണോ? സോഡാന്ന്. സോഡ തന്നെയല്ലേ? സോഡ എങ്ങനെ? അയാൾക്ക് കെട്ടിക്കാറായ പെമ്മക്കള് 3. ആ കുടുംബത്തിന്റെ ഒരു കാര്യമേ കഷ്ടായിപ്പോയി. സോഡ തന്നെയല്ലേ? അതേടോ. ഓക്കെ ഈ പെമ്മക്കള് കൂടുതൽ കുഴപ്പാണേ. അല്ല ചേട്ടൻ ഏത് രാഘവന്റെ കാര്യം പറഞ്ഞേ? തെക്കേടത്തെ മൂത്തേടത്തെ ആരെങ്കിലും ആവട്ടെ, മരിച്ചില്ലേ താൻ വെള്ളോട്ട് ചാവണത്? തനിക്ക് 3-4 പെമ്മക്കളുള്ളല്ലേ, അതിന്റെ കാര്യം തനിക്ക് നോക്കിക്കൂടെ? അല്ല പിന്നെ 3-4 പെമ്മക്കൾ ഉണ്ടായിട്ട് അതിന് നോക്കാറില്ലെന്ന് പറഞ്ഞാല് എന്താ ഭാസ്കരേട്ടോ? ഒന്നുമില്ല. പേടിച്ചാണ് വണ്ടി കൊടുത്തിരുന്നത്. നിന്റെ പോക്കട്ടപ്പോ ഞാൻ വിചാരിച്ച ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ പോവാണെന്ന്. സലാം സാർ. ഗുഡ് മോർണിംഗ്. സലാം. നേരത്തെ കേട്ടിനെ പന്നി. ഹലോ സർ. ഹായ്. I just want to see this G350. സർ ഇപ്പോ ഏത് കാറാ യൂസ് ചെയ്യുന്നത്? അതൊക്കെ വർഷാപ്പിൽ റിപ്പയറിനുണ്ടെന്നെ കാർ പോലെ ഇരിക്കും. ഓ യെസ്. നീ വന്നേ. അതെ, ചളമാക്കരുത്, പുറത്ത് തന്നെ നിന്നാ മതി. നീ 2 മേടിച്ചിരാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാനാ? ആദ്യം മിണ്ടാതിരിക്കേ. അതെ, നീ പോയി സകലകാരന്റെ മോഡലും വിലയും ഡീറ്റെയിൽ പറഞ്ഞ് വെള്ളം ഇറക്കിട്ട് വാ. അതാണല്ലോ നിന്റെ ഹോബി. പ്ലീസ് കം. എടുക്കട്ടെ. ഹലോ. ഏത് പറല? അവിടെ ഇരിക്ക്. ദേവന്നി എവിടെ? ഇരിക്കി. എടാ ചണ്ണി നിക്ക്. എടാ അവിടെ ഇരിക്കടാ. നിക്ക്, ഞാൻ ഇപ്പൊ വരാ. ഞാനാരോ കുറെ നേരമായല്ലോ നിൽക്കാനും ഇരിക്കാനൊക്കെ പറയുന്നു. തന്നോട് ആര് പറഞ്ഞു നിൽക്കാനിരിക്കാനും? ചിത്രാഞ്ജലി ബാറിലിരിക്കുന്ന എന്റെ കൂട്ടുകാരനോടല്ലേ അവിടെ ഇരിക്കാൻ പറഞ്ഞത്. അവനവിടുന്ന് പോയാണ്ടല്ലോ കൊന്നളയാൻ ബംഗാളി. നന്ദി വേണം നന്ദി. നിനക്ക് ആവശ്യം വരുമ്പോഴൊക്കെ കാറും ബൈക്കും മൊബൈൽ ഫോണും ഞാൻ സെറ്റപ്പ് ആക്കി തരണം. ഇപ്പോൾ തന്നെ മെക്കാനിക് ദാസേട്ടനെ സോപ്പിട്ടിട്ട ഇന്ന് ബൈക്ക് സംഘടിപ്പിച്ചത്. അതിനെനിക്ക് ചെലവാക്കേണ്ടി വന്നതേ ഒരു ഫുൾ ബോട്ടിൽ വോഡ്കയാ. അതിന് നിന്നോട് ആര് പറഞ്ഞു വോഡ്കയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ? നിന്റെ അച്ഛൻ. എനിക്കിപ്പോ അറിയണം, സോഫിയുടെ നമ്പർ നീ തരുവോ ഇല്ലേ? ആദ്യം ആ ഗ്രേ കാർ ട്രയലിന് പുറത്തിറക്ക്, എന്നിട്ട് തരാം. അത് നടക്കില്ല. നിന്നോട് ആര് പറഞ്ഞു നടക്കാൻ? നീ സൈക്കിൾ എടുത്തു പോന്ന്. അതെ, അപ്പൊ നീ നമ്പർ തരില്ല. ആരുടെ നമ്പറിന്റെ കാര്യാ പറയണേ? ഈ മാധവേട്ടന്റെ ഓരോരോ നമ്പറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരന്റെ നമ്പറിലല്ലേ ഞാൻ വീണത്. നീ ഒന്ന് പോണ്ട വേഗം. ഓ ഞാൻ പോയേക്കാം. വലിയൊരാള് വന്നിരിക്കുന്നു. ആ മാധവേട്ടൻ കൂടി കേൾക്കാൻ വേണ്ടി പറയാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സ്വന്തമാക്കും വലിയൊരു വീടും കാറും എല്ലാം. അതെ, ഒരു കാറും വീടും മാത്രം മതിയോ? കൂടെ ഒരു പെണ്ണൂടി വേണ്ടേ? അതായത് തുടക്കത്തിൽ തന്നെ ഒരു പെണ്ണ് വന്ന് കേറിയാല് ഏതൊരാളുടെ കാലിടറും. ദൈവം അയക്കുന്ന ടെസ്റ്റ് മെഷീനാണ് പെണ്ണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ കുരിശ്. ഒരു മിനിറ്റ്. എടാ ആ നമ്പറും താടാ. ആദ്യം കാറ്, പിന്നെ നമ്പർ. ഒന്നെടുത്തണ്ട. നമ്പറും കാറും അവന്റെ. എടാ പോത്തിയാ നീ എവിടെ നിൽക്കണ പന്നി? എടാ പാലത്തിനവിടെ നേരെ നോക്കണം. എടാ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കണ്ട. അതെന്നെ ബീവറേജ് വേഗം വള പന്നി. സംസാരിച്ചൊരു പുള്ളിന്റെ ആശു പോയി. കാറും ഞാൻ പറയണു. താങ്ക് യു സർ. ഹാവ് എ നൈസ് ഡേ. വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. റൂം നമ്പർ 999. ഷുവർ സർ. സർ യു കീ. താങ്ക് യു. Excuse me sir. Your name please? അത് പീറ്റർ സ്കോട്ട്. House name? മാൻഷൻ ഹൗസ്. Address? ഓൾഡ് പോർട്ട്, ഓൾഡ് മട്ടാഞ്ചേരി, നിയർ ന്യൂ മട്ടാഞ്ചേരി. Sir your checkout time? 8 PM. Thank you sir. Have a nice day. ഒലത്തി ഇന്നത്തെ രാത്രി ഒരു ബക്കാടി നൈറ്റ് ആകും ഉറപ്പാ. ഇതെന്താ ട്രിവാൻഡ്രം ലോഡ്ജ്? എന്റെ 5 സ്റ്റാർ ബീവറേജ്. യോ ഇതിനകത്ത് കള്ളൊന്നുമില്ലേ? ഇന്നെന്താ 1-ാം തീയതി ആണോ? എന്റെ മാധവേട്ട ഒന്ന് വരുന്നുണ്ടോ? ഏപ്രിൽ ഫ്രൂട്ട്സാ, പിന്നെടുക്കാം. മാധവേട്ടൻ ഇവിടെ കിടക്കാൻ വന്നാണോ? ആ താക്കോൽ എവിടെയാ നോക്ക്. നിനക്ക് കഴിക്കാൻ വല്ലതും വേണം? എനിക്കൊന്നും വേണ്ട. എനിക്ക് വല്ലതും വേണം? എനിക്ക് വേണം. എനിക്ക് വേണം. എനിക്ക് വേണം.
ഹലോ, റൂം സർവീസ് അല്ലേ? ബാറാണോ? ആ ബാറാ വിളിച്ചത്. അതെ, ഒരു 3 പെഗ് സിഗ്നേച്ചർ വിസ്കി വേണം. ആ ഓക്കെ. സിഗ്നേച്ചർ ആവുമ്പോ ബില്ല് സിഗ്നേച്ചർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. മാധവേട്ടാ, കിട്ടിയില്ലല്ലോ. കിട്ടി. മെഴ്സിഡസ് ബെൻസ്. മെസ്സേജ് പ്രകാരം ഡെലിവറി പറഞ്ഞിരിക്കുന്ന രാത്രിയാ. അതുവരെ നമുക്ക് ഈ മുറി തന്നെ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അതുവരെ ഇവിടെ സ്പെൻഡ് ചെയ്യണം അല്ലേ? സമയം 5 മണി. ശ്രീ, എന്താ പൈന്റ് മതിയോ അതോ ഫുള്ള് വേണം? കഷ്ടം. Yes, boss. I'm here. അറിഞ്ഞല്ലോ കാര്യങ്ങൾ. അതെ, ആകെ കുഴപ്പമായിരിക്കുക. എത്രയും പെട്ടെന്നൊരു വഴി കണ്ടെത്തണം. പക്ഷേ ബോസ്, നിങ്ങളുടെ ഓപ്പറേഷൻസ് പോലീസോ സൈബർ സെല്ലോ ശത്രുക്കളോ കണ്ടെത്താതിരിക്കാൻ പിൻ നമ്പർ ഉപയോഗിച്ച് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴിയായിരുന്നു ആ ഫോണിൽ മെസ്സേജുകൾ വന്നിരുന്നത്. സോ ആ ഡിവൈസ് കിട്ടിയാൽ മാത്രമേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ പുതിയൊരു ബ്ലാക്ക്ബെറി ഫോൺ മേടിച്ച് താനീ പറഞ്ഞ സോഫ്റ്റ്വെയർ കൊണ്ടവിടെ പിടിപ്പിച്ചാ പോരെ? ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം സർ? അത് പിന്നെ ബ്ലാക്ക്ബെറി മെസ്സഞ്ചറിൽ അഡീഷണൽ ആയി ഒരു ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് പാസ്വേഡ് ലോക്ക് ഉള്ളതാണ്. ആ പാസ്വേഡ് ഇപ്പൊ എന്റെ കയ്യിലില്ല. അതെന്റെ മെന്ററുടെ കയ്യിലായിരുന്നു. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഒരു ബീബി കുത്തി മരിച്ചു. ആരോട് ബീബി? ബീബി അല്ല, ബീബി, എ ബ്ലാക്ക് ബഫല്ലോ, ഒരു കറുത്തെരുമ. കറുത്തെരുമയ്ക്ക് കുത്താൻ കണ്ടൊരു സമയം. അല്ലട, വണ്ടി ഏതാ? അതിനല്ലേ കീഴിൽ റിമോട്ട് ഉള്ളത്. ദേ, സ്മോൾ അടിക്കാൻ പറ്റുന്ന കാശ കൊണ്ട് മുണുങ്ങ്. താങ്ക് യു സാർ. ഇത് തന്നെയല്ലേ സ്ഥലം? അതെ, ഇത് തന്നെയാണ് PMG റോഡ്. വണ്ടി കിടക്കുന്നത് കണ്ടില്ലേ? KL7 3355 മെസ്സേജ് അയക്ക്. ഓക്കെ, അയച്ചു. നമുക്ക് ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടാന്ന് നോക്കിയാലോ? അത് വേണ്ട. ഇനി ഈ വണ്ടിക്കകത്ത് കോടിക്കണക്കിന് രൂപയാണെങ്കിലും നമ്മൾ ഈ ഫോണിനകത്ത് മെസ്സേജ് പ്രകാരം കാര്യങ്ങൾ ചെയ്താൽ മതി. റിപ്ലൈ വന്നു. മാധവേട്ടാ, കാറിന്റെ കീ ആണ് ചോദിച്ചത്. ആവശ്യമില്ലാതെ സമരം നടക്കുന്ന സമയമാണ്. എന്താ ചെയ്യുന്നത്? വണ്ടി സ്റ്റാർട്ടാക്കണം. സ്റ്റാർട്ടാക്കി. അല്ല മാധവേട്ടാ, കാർ പോയി നമ്മൾ എന്ത് ചെയ്യും? ലോറി പോവും. എങ്ങനെ? ലോറിയിലോ? ഞാനൊന്നുമില്ല. നല്ല പുത്തൻ ബെൻസിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ പാട്ട ലോറി കയറി പോവാനോ? മാധവേട്ടൻ എന്തായി പറയുന്നേ? ഞാൻ ഈ ലോറി കയറി പോകുന്നത് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, അതിന്റെ നാണക്കേട് മാധവേട്ടനല്ല, എനിക്ക് ലോറി കയറി പോവാൻ എങ്ങനെ പറയാൻ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് ഇൻ റൂം, കളക്ട് വിത്തിൻ 1 hour. ഗിഫ്റ്റ് റൂമിലുണ്ട്. 1 മണിക്കൂറിനാണ് ചെന്ന് എടുക്കണമെന്ന്. എത്ര മണിക്കൂർ? 1 മണിക്കൂർ. സൈക്കിൾ പോലും കിട്ടാത്ത ഈ സമയത്ത് നടന്നു പോയാൽ തന്നെ 2-2.5 മണിക്കൂർ എടുക്കും. ബെൻസ് ഓടിച്ചു വന്ന നിനക്ക് ലോറി പോവാൻ നാണക്കേടാണെന്നല്ലേ? നാണക്കേടാണെന്ന്. മാധവേട്ടാ, ഒരു വണ്ടി വരുന്ന കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, വാ കീറിയ ദൈവം അതിനുള്ള അന്നം തരും. എന്താടാ പാതിരാത്രി നടുറോട്ടിലൊരു ചുറ്റിക്കളി? സാർ, അത് കാറ് കേടായി. ഡ്രൈവറെ നന്നാക്കാൻ കൊണ്ടുപോയിരിക്കുക. എന്താ അതിന്റെ പേര്? ശ്രീ
നിന്റെ പേരോ? പേര് ചോദിച്ചപ്പോ എന്തിനാടാ കരയണത്? അമ്മ മരിച്ചുപോയി. ആരുടെ അമ്മ? ഇവന്റെ. ഇവന്റെ അമ്മ മരിച്ചത് എന്തിനാണ് നീ കരയുന്നത്? ഇത്ര നേരം ഇവൻ കരയുന്നത്. ഓ ശരി ശരി, കരണ്ട കരണ്ട. എവിടെ വീട്? ഡ്രീംസ് ഹോട്ടലില്. ഡ്രീംസ് ഹോട്ടലിലോ? ഡ്രീംസ് ഹോട്ടലിന്റെ പുറയില. ആ ശരി, കരയണ്ട. ഇവരാ ഡ്രീംസ് ഹോട്ടലിന്റെ പുറകിൽ ഇറക്കണം. ചെന്ന് വണ്ടിക്കാര്. സാറും കയറിക്കോ, സാറിന് അവിടെ ഇറക്കാം. ഞാനും വരാം. താങ്ക് യു. നല്ല സ്നേഹമുള്ള പയ്യന്മാരാ. ഇറങ്ങിട്ട് ഞാൻ കാണിച്ചു തരാം. പോട്ടെ. സാറേ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട്. ശരി സാർ. മക്കളെ സൂക്ഷിച്ചു പോണട്ടാ. നിന്റെ അമ്മയുടെ അന്വേഷണം പറഞ്ഞേക്ക്. മരിച്ചോയി അമ്മ എടുത്തല്ലേ? ഗിഫ്റ്റിൻ റൂം എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളെ പറ്റിച്ചോ? എക്സ്ക്യൂസ് മീ സർ. യെസ്, താങ്ക് യു. താങ്ക് യു സർ. പൊട്ടിക്ക് നിലത്തിട്ട് പൊട്ടിക്കല്ലേ അവിടെ. ദിനേശ് വീഡിയോ. ഈശ്വര, ഗിഫ്റ്റ് മാറിപ്പോയോ? പരിപ്പോടെയും ദിനേശ് വീഡിയോ. ഇതേത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ട ഗിഫ്റ്റ് ആണല്ലോ. ഏതായാലും കിട്ടിയതല്ലേ, ഒരു സ്മോൾ അടിക്കാം. തുറ മകനെ, വാ മകനെ. പരിപ്പട കൂട്ടി ഒരു സ്മോൾ അടിക്കണം. അവന് ഞാൻ വിഷം കൊടുത്തു കൊല്ലും. വിഷം കൊടുത്താ ഇപ്പൊ അവൻ കുടിക്കും. മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തവനെ കൊല്ലും ഞാൻ. അതെ ഐഡിയ. പക്ഷെ വിഷത്തിന്റെ സ്മെല്ല് വരില്ലേ? സ്മെല്ല് വരാണ്ടിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? 1 ഗ്ലാസ് മദ്യം എടുത്ത് 1 ഗ്ലാസ് കൊടിയ വിഷം അതിനകത്ത് ചേർക്കണം. അതിനകത്ത് ഇത്തിരി കപ്പലണ്ടി പരിപ്പും ബദാം പരിപ്പും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് തേനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുത്താ പായസം കുടിക്കണ പോലെ അവൻ കുടിക്കണോ മോനെ?